ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പഞ്ച് പോലത്തെ റവ കൊണ്ടുള്ള ഉണ്ണിയപ്പമാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ അരി കൊണ്ടും നുറുക്ക് ഗോതമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് റവ കൊണ്ടുള്ള ഉണ്ണിയപ്പം. ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് റവ കൊണ്ടാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തേക്കാളൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു ഉണ്ണിയപ്പമാണത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മിക്സർ ജാറിൽ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. 3 ചെറുപഴം, അല്ലെങ്കിൽ അതായത് മൈസൂരിപ്പഴം, പാളയംകോടൻ പഴം, അല്ലെങ്കിൽ രസകദളി ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ റോബസ്റ്റ പഴം എടുത്താലും മതി. റോബസ്റ്റ പഴമാണെങ്കിൽ ഒരു 1.5 പഴം എടുക്കാം. പാളയംകോടൻ പഴമാണെങ്കിൽ ഒരു 3 പഴം എടുക്കാം കേട്ടോ. നല്ല മധുരമുള്ള പഴം എടുക്കണം. ഇതിന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒട്ടും കഷ്ണങ്ങളൊന്നും ഉണ്ടാവരുത്. നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് റവയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വറക്കാത്ത റവയാണ്, അപ്പോൾ അതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. പിന്നെ ഒരു ഏലക്ക കൂടി ചേർക്കണം. ഏലക്ക നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ശർക്കര ഒരു 150 ഗ്രാം മുതൽ 200 ഗ്രാമിൻ്റെ ഉള്ളിൽ നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ശർക്കര പാനി ചൂടാറിയതിൻ്റെ ശേഷമാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ പാനി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തതിൻ്റെ ശേഷം മാത്രം ബാക്കിയുള്ള ശർക്കര പാനി ചേർത്താൽ മതി. അല്ലെങ്കിൽ ആ ജീരകവും അതുപോലെ തന്നെ ഏലക്കൊന്നും പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇപ്പോൾ എത്രയാണോ നമ്മൾ റവ എടുക്കുന്നത് വെച്ചാൽ ആ സെയിം അളവ് തന്നെയായിരിക്കണം ഗോതമ്പ് പൊടി എടുക്കുന്നത്. ഇതിപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം ഞാൻ മൈദ വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് മൈദ വെച്ചിട്ടുണ്ടാക്കിയാലും. അപ്പോൾ നിങ്ങൾക്ക് മൈദയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ മൈദ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ 1/2 കപ്പിൽ ബാക്കിയുള്ള ആ ശർക്കര പാനിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ഇപ്പോൾ മധുരം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് ബാറ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ റവ ചേർക്കുന്നത് കാരണം വെള്ളം കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് കട്ടിക്കാവും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ. അത് പിന്നീട് ഒഴിച്ചാലും മതി. അതായത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏതാണ്ട് ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലായിരിക്കണം ബാറ്റർ. ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. ഞാനിത് കുറച്ച് നേരം അടച്ചു വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു 3-4 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഞാനിത് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്തിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഞാനിത് സോഡാപ്പൊടി ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം അതൊന്ന് വെക്കുകയാണ്, റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. അല്ല കുറച്ച് ചൂടൊക്കെ കുറവുള്ള സ്ഥലമാണെങ്കിൽ ഒരു 4 മണിക്കൂർ, 5 മണിക്കൂറായാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്തായാലും ഒരു 3 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി പിന്നീട് ഒഴിച്ചിട്ടുണ്ട്. ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാവുന്നതാണ്. ഞാനിതിലേക്കൊരു 2 പിടി തേങ്ങാക്കൊത്താണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് അധികം തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്കെല്ലാവർക്കും തേങ്ങാക്കൊത്ത് കുറച്ച് അധികം വേണം, എന്നാലാണ് ഇഷ്ടം. നല്ലൊരു ബൈറ്റ് തേങ്ങാക്കൊത്തിൻ്റെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വേണ്ടെങ്കിൽ ഒരു ചെറിയൊരു പിടി അല്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താലും മതിയാവും. നന്നായിട്ട് ചുവക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിനി ബാറ്ററിൽ മിക്സ് ചെയ്യാം. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ആദ്യമേ ചേർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്താലും മതി. അത് നമ്മളുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാറ്ററി ഞാനൊരു 3-3.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഞാൻ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ചേർത്ത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇത് റവ ചെയ്യ കാരണം ബാറ്റർ കുറച്ച് തിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കണം. അതായത് ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ്.
പിന്നെ ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് റിഫൈൻഡ് ഓയിലിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് നെയ്യ് അങ്ങനെ ഒഴിച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ എണ്ണ ചൂടാവട്ടെ. ഇനി അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ വലിയ സ്പൂൺ വീതം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഒഴിക്കാൻ. പിന്നെ അത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. ഇപ്പോൾ ഇതാ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ് ഉള്ളിൽ. അപ്പോൾ ഇത് പിറ്റേ ദിവസം വെച്ചിരുന്നാലും അതേപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഇത് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. എണ്ണ ഇത്രയും ബാക്കിയുണ്ട്. ഞാൻ ഇടയിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ആദ്യം ഒഴിച്ച എണ്ണ മാത്രമാണുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിയെടുത്തത്. ഒരു മീഡിയം സൈസിലുള്ളൊരു 18-19 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നോക്കൂ എത്ര സോഫ്റ്റാണ്, നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.